ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്മസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ചെയ്യാനാണ്. അതിൻ്റെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്രിസ്മസ് പപ്പയുടെ റെഡ് ക്യാപ്പൊക്കെ വാങ്ങി വെച്ച് നമ്മുടെ ടേബിളിൻ്റെ അവിടെ കുറേ നല്ല ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പോരാത്തതിന് 3 മെഴുകുതിരിയും കൂടി അങ്ങ് കത്തിച്ച് വെച്ച്. ഏത് കളറിനൊട്ടും കുറവ് വരുത്തേണ്ട. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് കേട്ടോ. ഈ ടെക്നോളജിയൊക്കെ എത്രത്തോളം വലുതായി എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾക്കൊക്കെ പഴമ തന്നെയാണ് നല്ലത്. ഗ്രീറ്റിംഗ് കാർഡിൻ്റെ സുഖമൊന്നും നമുക്കൊരിക്കലും ഒരു വാട്സപ്പ് മെസ്സേജിൽ കിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്കതുകൊണ്ട് ഇന്നൊരു കാർഡ് ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു വാട്ടർ കളറിൻ്റെ പേപ്പറും ബ്രഷും പിന്നെ വാട്ടർ കളർ കേക്ക്സും ആണ് വേണ്ടത്. അപ്പോൾ നമ്മളൊരു പേപ്പർ എടുക്കുക, അതിനതാ ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഫോൾഡിങ് ഇല്ലാത്ത കാർഡുകളും ഉണ്ട്, പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് അകത്ത് എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് ഒക്കെ എഴുതി വെക്കാമല്ലോ. അപ്പോൾ നമ്മുടെ പേപ്പർ ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ നമുക്കിനി നേരെ കളറിങ്ങിലേക്ക് തുടങ്ങാം. ഇത് വളരെ സിമ്പിളായിട്ട് കുഞ്ഞു പിള്ളേർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ഒന്നുമില്ല, ചുമ്മാ 2 ബോൾസ് വരച്ച് വെക്കുക, ഒരു ബെല്ല് ആഡ് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ക്രിസ്മസിൻ്റെ ഗ്രീറ്റിംഗ് കാർഡിൽ ഏറ്റവും അധികം കാണുന്ന സംഭവങ്ങൾ അതൊക്കെയായിരിക്കും. ഒന്നുകിൽ ടെഡി ബെയർ, അല്ലെങ്കിൽ ബലൂൺസ്, ബെൽസ്, ഇതൊക്കെയല്ലേ നമ്മൾ കാണുന്നത്. അതും ഒരു റെഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. അതുകൊണ്ട് ഞാനും ഇവിടെ ഒരു റെഡ് കളറിലെ ബലൂണാണ് ആദ്യം കൊടുത്തത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വാട്ടർ കളർ ആകുമ്പോൾ വളരെ സിമ്പിളായിട്ട് ബോൾസ് വരയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്രീൻ കളറിലെ ബോളും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തോരം ടൈപ്പ് കാർഡുകളായിരുന്നല്ലേ. ഈ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരുന്നൊരു കാർഡുകൾ ഉണ്ടായിരുന്നു. അതായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം ക്രിസ്മസിന് ഇങ്ങനെ ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുമല്ലോ. അപ്പോൾ ക്രിസ്മസ് ഫ്രണ്ട് നമുക്ക് തരുന്നത് ഇങ്ങനത്തെ കാർഡ് ആവണേന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ കാർഡുകളായിരുന്നു കിട്ടിയിരുന്നത്. 5 രൂപ മുതൽ 25, 50, 100, 150 ഒക്കെ റേറ്റ് വരുന്ന അടിപൊളി കാർഡുകളൊന്ന് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നും ഇല്ല. കാലം പോയൊരു പോക്കേ. ഈ കാർഡുകളുടെയും കത്തുകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്നറിയോ? വേറൊന്നുമല്ല, അത് നമ്മൾ സൂക്ഷിച്ചു വെക്കും. നേരെ മറിച്ച് നമുക്ക് അയക്കുന്ന ഒരു വാട്സപ്പ് മെസ്സേജ് നമ്മൾ ആരെങ്കിലും സൂക്ഷിച്ചു വെക്കാറുണ്ടോ? എത്രയും പെട്ടെന്ന് ഗാലറിയിൽ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം എടുത്തുകൊണ്ട് ചവിട്ടോട്ടെ കൊണ്ട് എറിയും. കറക്റ്റ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതുപോലെ സിമ്പിളായിട്ടാണെങ്കിലും ഒരു കാർഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്ക് കൊണ്ട് കൊടുത്തു നോക്കിയേ. അവർ ഉറപ്പായിട്ട് ഹാപ്പി ആകും. വർഷങ്ങളോളം അതങ്ങ് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ കാർഡിന് ഓവറോൾ ഒരു കളർ കൊടുക്കുന്നത്. വേറൊന്നുമില്ല, കുറച്ച് വെള്ളം എടുത്ത് സ്പ്രെഡ് ചെയ്യുക, പിന്നെ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബാങ്കിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റിനും ഒരു ഗ്ലിറ്റർ പെൻ ഉപയോഗിച്ചിട്ടാണ് ഞാനൊരു റൗണ്ട് കൊടുക്കുന്നത്. കാരണം കുറച്ച് തിളക്കം ഇരുന്നോട്ടേ എന്ന് വെച്ചു. ഗ്ലിറ്റർ പെന്നിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, പണ്ട് ഈ സാധനം കയ്യിൽ കിട്ടിയാൽ ഞാൻ സ്കൂളിൽ പോയിട്ട് ജാട ഇറക്കുമായിരുന്നു. ഇതാ നോക്ക്, ഇത് സൈഡിൽ ആ ഒരു തിളക്കം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അത്യാവശ്യം ഷൈനിങ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് സിൽവർ കളറിലെ പെന്നും കൂടി ഉപയോഗിച്ചിട്ട് കുറച്ച് ഡോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസൈനാണ്, ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഈ ഗ്ലിറ്റർ പെൻസിന് പകരം നമുക്ക് വേണമെങ്കിൽ റിയൽ ആയിട്ടുള്ള ഗ്ലിറ്റേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതും വളരെ സിമ്പിളാണ്. കുറച്ച് ഗം എടുത്ത് ഇതുപോലെ ഡോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഈ ഗ്ലിറ്റേഴ്സ് ഇട്ട് കഴിഞ്ഞ് കൊട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ആയിട്ട് അവിടെ ഡോട്ട്സ് ഉണ്ടാവും. അത് ഇതിനേക്കാട്ടിൽ കുറച്ചധികം ഷൈനിങ് ആയിട്ട് നിൽക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡോട്ട്സുകൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സിൽവറും ഗോൾഡനും മിക്സ് ചെയ്തിട്ടാണ് ആ ഡോട്ട്സൊക്കെ ആഡ് ചെയ്തത്. കണ്ടോ, സൈഡിൽ നിന്ന് കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ലേ? നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട്. നമുക്കിനി ഇതിനകത്ത് മേരി ക്രിസ്മസ് എഴുതണം. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നല്ലതൊന്നുമല്ല, അല്ലെങ്കിൽ ഈ വരയ്ക്കുന്ന ആൾക്കാരുടെ ഹാൻഡ് റൈറ്റിംഗ് അലമ്പാകാറുണ്ടെന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ കാര്യത്തിൽ അത് ഏറെക്കുറെ സത്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മേരി ക്രിസ്മസ് എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ ഒന്നും കൂടി ഒന്ന് ഡാർക്ക് ആക്കിയും കൊടുത്തു. പിന്നെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ വരച്ചു കേട്ടോ. അത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ ലൈനായിട്ട് കൊടുക്കുക, ഒരു വാല് വരച്ച് വെക്കുക, കഴിഞ്ഞു. നമ്മുടെ കാർഡിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ക്രിസ്മസ് കാർഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതുപോലെയുള്ള കാർഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ക്രിസ്മസ് എല്ലാവരും എന്തായാലും അടിച്ചു പൊളിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.